ഇതന്നെ ധന്യന്റെ അമ്മ. ഏലക്ക, ഇംഗ്ലീഷിൽ ഇതിന് ഇലാച്ചി എന്ന് പറയും. ചോറ് വയ്ക്കാൻ ഇടുന്നതിന് ചിക്കൻ കറിയും അയില പൊരിച്ച്. അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞെങ്കിൽ നമ്മൾ കൊറേ ദിവസമായി ധന്യന്റെ വീട്ടിക്ക് പോവാണ്ട്. അതെ, ഞാനും അങ്ങനെ തന്നെ ഒരിക്കൽ പെണ്ണു പോകുമ്പോ കൂടെ പോകണം പറഞ്ഞിട്ടുണ്ടായതാണ്. കൊറേ കാലമായി അതിന് വേണ്ടിട്ട് ചെക്കൻ പറയുമ്പോ ഞാനും വരപ്പ പറഞ്ഞു. ഇല്ല, അമ്മനെ നാനേ വിളിച്ചിട്ടുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ അമ്മയ്ക്ക് ലേസം സുഖമില്ല എന്ന് പറയുമ്പോ അത് നമ്മൾ അങ്ങനെ പോസ്റ്റ് പറഞ്ഞാക്കി കൊണ്ടുവന്ന് പോകുമ്പോ അമ്മനെ കൂട്ടിയിട്ടേ പോകണമെന്ന്. എന്താ പറഞ്ഞാ അമ്മയ്ക്ക് അവിടേക്ക് പോകണമെന്നില്ല ആഗ്രഹം കൂടുതലുണ്ടായി. പിന്നെ നമ്മളും അത്ര കൊറേ ആയല്ലേ പോവാണ്ട്. അപ്പൊ ഇന്നൊന്ന് പോയിട്ട് വരാനില്ല ഉദ്ദേശത്തില് പോയിക്കൊണ്ടുണ്ട്. പിന്നെ എന്ത് ഫീൽ ആയോണ്ട് തന്നെയാ അമ്മന്റെ വീട്ടിക്ക് പോകുമ്പോ മക്കൾക്ക് എന്ത് ഫീൽ ആവോ അതന്നെ അവള്. അപ്പോ നമ്മൾക്ക് പോയിട്ട് ഫസ്റ്റ് ടൈം ധന്യന്റെ വീട്, അതിന്റെ ചുറ്റുപാട്, അവരുടെ അമ്മ എല്ലാറിനെയും കാണാം അല്ലേ. അമ്മേന്റെ അമ്മ ഉണ്ട്, അവരിനെ ഒന്ന് നോക്കണം പറഞ്ഞിട്ടുണ്ട്. കാണാൻ കിട്ടുമോ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം. സീതാവരെ പോണ പോക്കില് ഫ്രൂട്ട് എടുക്കാൻ വന്നല്ലേ. ഇത് നമ്മളുടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഇല്ല ഫ്രൂട്ട് കട. എപ്പോ നോക്കിയെങ്കിലും ഇവിടെ വെറൈറ്റി ഫ്രൂട്ട് ഉണ്ടാവും. ഇതാ ഇപ്പൊ നമുക്ക് ദ്രാക്ഷിയിൽ തന്നെ എത്ര വിധങ്ങൾ വന്നിന്. ഇതുവരെ ദ്രാക്ഷി കണ്ട ഭയങ്കര വലുതുണ്ട്. 4 ഐറ്റം ദ്രാക്ഷി. എല്ലാരും ഇപ്പൊ ഫ്രൂട്ട് പർച്ചേസിങ് ആക്കുന്ന തിരക്കിലുണ്ട്. നല്ല നല്ല ഫ്രൂട്ടുകൾ. ഇത് ഹൈവേയിൽ തന്നെ ഇല്ല കൊണ്ട് കുറേ വെഹിക്കിൾ വന്നിട്ട് എടുത്തുകൊണ്ടുണ്ടാവും. ഇതിവിടെ നിന്നൊക്കെ മാങ്ങ, കിളിമാങ്ങ. ഇത് മസ്ക് മെലനിലെ പുതിയ വെറൈറ്റി മസ്ക് മെലൻ. ഇത് മസ്ക് മെലൻ അല്ലവാ പുതിയ വെറൈറ്റി. നല്ല കളർഫുൾ അല്ലേ. ഇത് മെയിന് പുളി. ഇത് നമ്മളുടെ പേരക്ക, സീതാപ്പഴം, ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പായെല്ലാം വെച്ചിട്ടുള്ളത് കണ്ട എങ്ങനെയുണ്ട്. നമ്മള് വീട്ടിൽ നിന്ന് തിരക്കിൽ ഇറങ്ങിക്കൊണ്ട് വീട്ടിൽ നാഷ്ടാക്കിയിട്ടില്ല അല്ലേ തന്നെയാ. അപ്പൊ അമ്മ വീട്ടിൽ നാഷ്ടാക്കിയിട്ട് വന്നിന്. അമ്മയ്ക്ക് ഒരു കട്ടൻ കാപ്പി. നമ്മളിതാ 2 പത്തലെടുത്തിന്, പുട്ടെടുത്തിന്, പുട്ടിന് ഗ്രീൻ പീസ്, മുട്ടക്കറിയോ പത്തൽ. അപ്പൊ നമുക്ക് നാഷ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. ഹോട്ടൽ റൂമിലേക്കെല്ലാം പോയിട്ട് നോക്കി. ഇത് നമ്മളുടെ ഫ്രണ്ടിന്റെ തന്നെ ഹോട്ടല്. അപ്പൊ ബായ് ചമ്മു. നമ്മളിപ്പോ പോയിക്കൊണ്ടുണ്ട്. അമ്മേന്റെ ട്രെയിനിങ്ങില് കുട്ടികൾ 2 പാട്ട് പഠിച്ചിന്. അതിനെ പാടുവത്ര പാട് എനിച്ചോ വേറെ കുട്ടികൾക്ക് അമ്മമ്മ പറഞ്ഞു തരേണ്ടിയതല്ലേ. അവരുടെ കൂടെ കൂടിയിട്ട് 2 പേരെയും നാനും പാടൂ. അതിന് വേണ്ടിയിട്ട് കുട്ടികൾ പഠിച്ചത്. റെഡി? റെഡി? 1 2 3 സ്റ്റാർട്ട്. പഞ്ചാര പയങ്കിലിക്ക് ഉപ്പാണ്ട കരളെ ഉമ്മാണ്ട പൊരുളെ മുത്താന നീ നമുക്ക്, മുത്താന നീ നമുക്ക്. പവാട വേണം നെലാട വേണം പഞ്ചാര പയങ്കിലിക്ക് ഉമ്മാണ്ട കരളെ ഉപ്പാണ്ട പൊരുളെ മുത്താന നീ നമുക്ക്. അപ്പൊ അതിന്റെ കൂടെ നമ്മളുടെ ഒരു കന്നഡ അതെ. ನದಿಸಾಗರವೇ ಮೆರೆಯಲೇಬೇಕು, ನೀನು ನಾನು ಎಂದಾದರೂ ಸೇರಲೇಬೇಕು. ದೂರ ಬೆಟ್ಟ ಮೇಲೆ ಪುಟ್ಟ ಮನೆ ಇರಬೇಕು, ಮನೆಯ ಸುತ್ತ ಹೂವರಾಶಿ ಹಸಿರಬೇಕು.
ಜೋಗುಲೆಯ ಉಂಜಾಲೆ ತೂಗಲೇಬೇಕು ನೀನು ನಾನು ಎಂದಾದರೂ ಸೇರಲೇಬೇಕು. വെരി ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട് ഈ പാട്ട്. നോക്കാം ആരെല്ലാം എന്തെല്ലാം കമന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് പറയുമെന്ന്. അപ്പൊ നമ്മള് എവിടെ എത്തിയൊക്കെ സിദ്ധാപുര, ഇത് നെല്ലുതിക്കേരി. ഇവിടെ നിന്ന് ഇച്ചിരി ഒരു 2 കിലോമീറ്റർ അങ്ങോട്ട് പോയെങ്കിൽ നെല്ലുതിക്കേരി കിട്ടും. ഇവരുടെ വീടുള്ളത് നെല്ലുതിക്കേരിന്ന് ലേസ് അപ്പുറം പോയെങ്കിൽ ഒരു ബ്രിഡ്ജ് കിട്ടും. ബ്രിഡ്ജിന്ന് ഇടത്തോട്ട് പോയാൽ കുമ്പാരകുണ്ടി അല്ലേ, കുമ്പാരകുണ്ടി വരുന്ന സ്ഥലത്തിൽ വീടുള്ളത്. അപ്പോൾ ഇതന്നെ ഇവരുടെ മെയിൻ ടൗണ്, ഭയങ്കര ഫേമസ് ടൗണ്. പിന്നെ ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. മീനെല്ലാം എങ്ങനത്തെ വെറൈറ്റി മീൻ വേണം അതെല്ലാം ഇവിടെ തന്നെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മീൻ വെറൈറ്റി മീൻ കിട്ടും. റോഡ് പണി എന്തോ നടന്നുകൊണ്ടുണ്ട്. ഇവരുടെ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴി ഞാൻ കാട്ടിത്തരാം. ഇവിടെ എല്ലാം വെള്ളം കയറുന്ന സ്ഥലമാണ്. മഴ വന്നെങ്കിൽ ഒരിക്കൽ വെള്ളം കയറുമ്പോൾ ഇതെല്ലാം ഈ വീടുകളെല്ലാം പോയിട്ടുള്ളത് അല്ലേ. ഇവിടെ എല്ലാം വീടുണ്ടായി, അതെല്ലാം പോയിട്ട് ഇത്ര ബാക്കിയായിന്. ഇതന്നെ അവരുടെ വീട്ടിലേക്ക് പോകാനില്ല വഴി. ഇവിടെ എല്ലാം നല്ല മഴ വന്നെങ്കിൽ ഫുള്ള് ഈ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് മാറിപ്പോവും. അത്രയ്ക്ക് ഡേഞ്ചർ ഇല്ല സ്ഥലം. ഓരോ സമയത്ത് മഴ കുറഞ്ഞ് പറഞ്ഞ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മഴ കൂടുതലായി പറഞ്ഞ ഭയങ്കര പ്രശ്നം ഇവിടെ. അത് പോയ അടുത്തായ കൊണ്ടാ. പണ്ടെല്ലാം ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടായിട്ടില്ല. ഇപ്പൊ ആയിട്ട് ഇതായിപ്പോ ഈ വീട്ടുകാരൊന്നും ഇപ്പൊ ഇവിടെ ഇതിലില്ല. ഇതെല്ലാം വെള്ളം കയറിയിട്ട് അപ്പുറ സൈഡ് പോയിന് അല്ലേ. വീട്ടിലേക്ക് പോകാനില്ല വഴി പഞ്ചായത്ത് റോഡ് അല്ലേ. ഇവിടെ എല്ലാം മഴക്കാലം വന്ന് പറഞ്ഞെങ്കിൽ ഫുള്ള് വെള്ളമായിരിക്കും ശരിക്കും. ചെടികൾ ഇപ്പൊ ഇവിടെ എന്ത് ഡിഫറൻസ് നിങ്ങൾക്ക് ഈ അടക്കത്തയ്യെല്ലാം ഉണ്ടല്ലേ, അതൊന്നും കാണൂല ശരിക്കില്ല മഴ വന്നെങ്കിൽ അല്ലേ. ഇതാ ഇവിടെ കാണുന്ന ഈ തെങ്ങെല്ലാം ഒരു സമയത്ത് നമ്മളിവിടെ സ്റ്റാർട്ടിങ് വരുമ്പോ ഇതെല്ലാം കണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം തോട്ടാക്കിയിട്ട് അടക്കത്തൈ വെച്ചിന്. അതെങ്കിൽ ഇതാ ഈ അടക്കത്തൈയെല്ലാം കണ്ടല്ലേ, നല്ല ഒരു മഴ അടിച്ചാൽ ഇത് ഇവിടെ ഒന്നും കാണൂല, ഒരു കടൽ പോലെ ഉണ്ടാവും അല്ലെ. അങ്ങനെ ഒരു സമയത്ത് ഇവരുടെ ഇതേമാതിരി വെള്ളം കൂടുതൽ മഴ വന്നിട്ട് അങ്ങനെ ധന്യൻ്റെ അവരുടെ വീടെല്ലാം പോയിട്ടുണ്ടായി. പോയിട്ട് ഇപ്പൊ ഒരു ടിന്ന് കിന്നെല്ലാം അടിച്ചിട്ട് ഒരു റൂമാക്കിന്. എന്നിട്ട് ഇപ്പൊ പുതിയത് കെട്ടിക്കൊണ്ടുണ്ട്, കഷ്ടത്തിൽ കെട്ടിക്കൊണ്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കാണാം. എന്താ പറഞ്ഞ കുറേ സമയത്ത് ഞാൻ യൂട്യൂബ് തുടങ്ങി പിന്നെ ഇവരുടെ വീട്ടിൽ വന്നിട്ട് ആ വീഡിയോ ഒന്നും കാട്ടിയിട്ടില്ല. ഇപ്പൊ ഫസ്റ്റ് ടൈം കാട്ടിക്കൊണ്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് വിവരങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളെയും കാണാം അല്ലേ. നമ്മളിപ്പോ ഇതാ ധന്യന്റെ വീട്ടിൽ വന്നിന്. ഇത് പണ്ട് നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു നല്ല ഒരു വീടുണ്ടായി അല്ലമ്മ. ഇതന്നെ ധന്യന്റെ അമ്മ. എല്ലാവരും ക്ലിയർ ആയിട്ട് കണ്ടോലി. ഒരേമാതിരി ജെറക്സ് കേസിലുണ്ട്. പിന്നെ ധന്യന്റെ ചേച്ചി, നമുക്ക് അവിടേക്ക് പോവാനൊന്നും സമയമില്ല. ഇത് വീട് പോയപ്പോ ആൽബം എല്ലാം പോയിട്ട് ആകെ കിട്ടിയത് 2 ഫോട്ടോ. ഇതന്നെ ധന്യന്റെ ചേച്ചി കല്യാണ ഫോട്ടോ. ഇത് നമ്മളുടെ അളിയന് ഫോട്ടത്തിലുണ്ട്. അപ്പോ വെള്ളം പക്കത്തിൽ പോയതല്ലമ്മ. എത്ര കൊല്ലായമ്മ? 7 കൊല്ലത്തിന്റെ മുമ്പിൽ ഇത് നല്ലൊരു വീട്. ഇത് ഒരു കിച്ചൺ മാത്രം ബാക്കിയായിട്ട് എല്ലാ വെള്ളത്തിൽ ഒളിച്ചു പോയിട്ട് ഇത് ഇത്ര മാത്രം ബാക്കിയായിന്. പിന്നെ ഇപ്പോൾ ഒരു 5-6 കൊല്ലമായി ഇവർ ഇപ്പുറത്ത് വീട് കെട്ടിക്കൊണ്ടുണ്ട്. അതുവരെ 7 കൊല്ലത്തിന് ഈ സൈഡിൽ തന്നെ നമ്മളുടെ ജീവിതം. ഇപ്പോൾ ഒരു വീട് കെട്ടിക്കൊണ്ടുണ്ട്. നമുക്ക് അതിനെ പോയിട്ടൊന്ന് കാണാം അല്ലമ്മ. അതെ, അതിനായിട്ട് ഞാൻ വന്നത് മുഖ്യമായിട്ട് വീട് കെട്ടുന്നെന്ന് പറയുമ്പോലെ ഞാൻ തുടങ്ങിയതിന് ഒന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് എങ്ങനെയാണെങ്കിൽ ഇവിടെ വരെ എത്തിച്ചു ഭഗവാന്. എന്നെ അത് നോക്കിയിട്ടേ പോവുള്ളൂ. നമുക്ക് ഒന്നില്ല, അത് ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല. കെട്ടാൻ തുടങ്ങിന് ഒരു ഇച്ചിരി പൈസ ആവുമ്പോ ഓരോരോ പണിയെടുക്കല്. അപ്പൊ ഇപ്പൊ എത്ര വരെ ആയിന്നില്ലതിനെ കാണാം. അല്ലെങ്കിൽ ഇപ്പത്തെ നമ്മളുടെ ജീവിതത്തിന്റെ സ്റ്റൈല് ഈ മാതിരി ഉണ്ട്, ഒരു ഷെഡിന്റെ ഉള്ളില്. അതെ അതെ. ഇതാ ബാക്കി 5 മണിയായിട്ട് ഇതൊരു ചുമർ മാത്രം. ഇതാ ഇവിടെ നോക്കിക്കോളേ. അതൊരു സൈഡ്
ഇതൊരു ചുമർ മാത്രം ഇവർക്ക് ബാക്കിയായത്. അങ്ങോട്ട് ഈ ചുമറിന്റെ അപ്പുറവും ഒന്നില്ല, ഈ ചുമറിന്റെ ഇപ്പുറവും ഒന്നില്ല. ഇത് ഇവർ തകിടിലാക്കിയിട്ടുള്ളത്. ഇത് സിംഗിൾ ചുമർ, ഇതിന്റെ അപ്പുറം അത് തകിടിലാക്കിയിട്ടുള്ളത് അല്ലേ? കിച്ചണില് പാതി കിച്ചൺ ബാക്കിയായി കിട്ടിയത്, ബാക്കിയെല്ലാം വീണുപോയി. അതെ അതെ. എന്താ പറഞ്ഞത്, മണ്ണ് കട്ടായിരുന്നു. അതെ. ഇത് പുതുക്കിയത് സിമെന്റ് കട്ടായിരുന്നു. സിമെന്റ് കട്ടായത് കൊണ്ട് ഇത് ബാക്കിയായി. സിംഗിൾ ഒരു ചുമർ ബാക്കി, അത്രേ. ഇവര് കെട്ടിക്കൊണ്ടില്ല അങ്ങനത്തെ വീട്. ഒരു 7 കൊല്ലത്തുനിന്ന് കെട്ടിക്കൊണ്ടുണ്ട്. ഇനി പണി തീർന്നിട്ടില്ല. ഏകദേശം ഇവിടെ വരയ്ക്ക് എത്തിന്. നമുക്ക് അകത്ത് പോയിട്ട് കാണാം. അതുപോലെ ഈ കണ്ട സ്ഥിതിയിൽ മെയിൻ ഡോർ തുറന്നിട്ട് ഉള്ളിൽ പോവാം. അപ്പോൾ ഇങ്ങനെ ഡോർ തുറന്നിട്ട് ഉള്ളിലേക്ക് വന്നാൽ ഇവിടെ കാണുന്നത് ഹാൾ റൂം. ഫിനിഷിങ് ആയിട്ടില്ല, അതിൻ്റെ ആയത്ര വേഗം ആവട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊരു ബെഡ്റൂം. എൻ്റെ മുഖത്തിൽ ഭയങ്കര സന്തോഷം. ബെഡ്റൂം എന്നല്ല പറയുമ്പോൾ ഇതൊരു ബെഡ്റൂം, അനിയനക്കുള്ളത്. ഇത് കിച്ചണ്. കിച്ചണിലൊക്കെ വലുതായിട്ടുണ്ടല്ലോ അമ്മ. ഇഷ്ടപ്പെട്ട് എന്താണ്ട് നമ്മളുടെ വലിയ വലിയ സാധനം ഉണ്ടായെങ്കിൽ ഇതിൽ വെക്കാം. അതേ നമ്മളുടെ വീട്ടില് ഇത് വെക്കാത്തതിന് കളപ്പും. കിച്ചൺ നല്ല കിച്ചണ്. ഇതിൻ്റെ ഫിനിഷിംഗ് എല്ലാം ആവുമ്പോൾ നല്ലതായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ സീറ്റ് ഇട്ട് തന്നെ ഇവരിപ്പോൾ താമസിച്ചുകൊണ്ടുള്ള വീട്. ഇത് തൊട്ടടുത്ത് തന്നെയാ. ഇത് മൂത്ത വല്യമ്മൻ്റെ, ഇത് ഇത് മൂന്നാമത്തെ ചേച്ചി ഏല വല്യമ്മ ചെറിയമ്മൻ്റെ വീട്. അപ്പോൾ ഇവരുടെ വീട്ടിൽ അത്ര തന്നെ കുറേ കഥകളുണ്ട്. അതെ, എൻ്റെ കുട്ടീനെ 7 മാസത്തിൽ ഞാൻ വന്നപ്പോൾ പിന്നെ അമ്മ ഫുള്ള് വീടെല്ലാം പുതുക്കി പെയിൻ്റെല്ലാം അടിച്ച് കുറേ സാധനമെല്ലാം മേടിച്ച് ഞാൻ ഡെലിവറി ആകുന്ന ടൈം. അപ്പോൾ എല്ലാം പുതുക്കിയിട്ടാകുമ്പോൾ കുട്ടി ജനിച്ച് ഒരു 3 മാസം വരെ പാങ്ങലുണ്ടായിരുന്നു. പിന്നെ വെള്ളം കയറിയിട്ട് എല്ലാം പോയി. അപ്പോൾ ഇവിടെ എന്താവും പറഞ്ഞെങ്കിൽ ഈ വെള്ളം എപ്പോൾ കയറുമെന്നുള്ളത് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ആ സമയത്ത് പെട്ടെന്ന് ഒരു കൊല്ലം വെള്ളം കയറുമ്പോൾ ഇവരുടെ വീട് ഇപ്പം ഇങ്ങനല്ല, ഈ സീറ്റ് ഇട്ടതല്ല, നല്ല പാങ്ങയുണ്ടായി. ആയെങ്കിൽ പണ്ടത്തെ ഒരു കട്ടടയായിരുന്നു. ആയെങ്കിലും നല്ല വൃത്തിയിൽ പാങ്ങലുണ്ടായി. പെയിൻ്റെല്ലാം ആക്കിയിട്ട് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ ഉണ്ടായി. ആ സമയത്ത് പെട്ടെന്ന് വെള്ളം വരുമ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൽ നിന്ന് ബോട്ട് കൊടുത്തയക്കും. ബോട്ടിൽ ഇവരുടെ എല്ലാവരുടെയും കൂട്ടിയിട്ട് പോയിട്ട് ഒരു സ്കൂളിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് വെള്ളം കുറഞ്ഞിട്ട് അവർ റിട്ടേൺ ഇങ്ങോട്ട് വരുമ്പോൾ അവർ വീടില്ല, വീടെല്ലാം പോയിട്ട് ഒരു കിച്ചൻ്റെ ഒരു ചുമർ മാത്രമേ ബാക്കിയായിട്ടുണ്ടായിട്ടുള്ളൂ. എന്നിട്ട് ഇവരിപ്പോൾ ഈ തകിട് കികിടെല്ലാം വെച്ചിട്ട് എന്തൊക്കെ മാനേജ് ആക്കിയിട്ട് ഒരു 6-7 കൊല്ലത്തിന് ഇവിടെ ജീവിച്ചുകൊണ്ടുണ്ട്. ആയത്ര പെട്ടെന്ന് ഇതിൻ്റെ ഒന്ന് ഫിനിഷിംഗ് ആയാൽ അവരിങ്ങോട്ട് മാറിക്കോളൂ. എന്തിവിടെ കഷ്ടപ്പെട്ടിന് ആ സുഖമെല്ലാം ഇങ്ങോട്ട് വന്ന പിന്നെ ഇവർക്ക് കിട്ടട്ടെ അല്ലേ. വരുമ്പോൾ നമ്മളുടെ ഷോപ്പിലെ ചില സ്പൈസസ് എല്ലാം കൊണ്ടുവന്നിന്. അതിലിതാ മെയിനായിട്ട് കുറേ ഇപ്പം നമ്മളുടെ ഫേമസ് ആയ കാപ്പി പൊടി ഉണ്ട്. ഇതെന്ത് ഇൻസ്റ്റൻറ്റ് കാപ്പി. ഇൻസ്റ്റൻറ്റ് കാപ്പി നല്ല പ്യൂർ മഞ്ഞപ്പൊടി എല്ലാം ഉണ്ട്. ഇത് അവരുടെ വീട്ടിലേക്ക് കൊടുക്കാം. ബാക്കിൽ ഒരു ചെറിയ കൃഷിത്തോട്ടാക്കിന്, ചെറുത്, അതിന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ കൂടെ ഇതാ കടല, ഇത് കടല അല്ലേ, നിലക്കടല ചെടിയാക്കിന്. എന്താ അതിൽ കടല വന്നിട്ട് ഇതാ പച്ചക്കടല. ഇതാ ഇതെല്ലാം തമിഴ്നാട്ടിലാവുന്ന സാധനങ്ങള്. ഇവിടെ അതിനിതാ പച്ചക്കടല. തക്കാളി എത്ര ഇതാ കടല കണ്ട, പച്ചക്കടല നല്ല രസമുണ്ട്. അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അടക്കത്തോട്ടോ പിന്നെ കാപ്പിത്തോട്ടോ. എങ്കിലോ ഈ അടക്കത്തോട്ടം നോക്കി, ഇത് ചെടി അടക്ക കണ്ട, കയ്യിൽ തൊടുന്നത്ര ഡിസ്റ്റൻസിലുണ്ട് അടക്ക. എല്ലാ ചെടിയിലും ഇതേമാതിരി ഇല്ലത് അടക്ക. ഇതാ ഇത്രയായിട്ട് നിലത്ത് നിന്നിട്ട് പറിച്ചെടുക്കാം.
കണ്ടാ ഇത് കാഫി. ഇതന്നെ റോബസ്റ്റ കാഫി എന്ന് പറയല്ലേ ഇതിൽ ഇഞ്ഞൊരു വെറൈറ്റി വരും അറബിക്ക. എനിക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നുന്നത് ഈ അടക്ക ചെടി. ഇതാ സൂപ്പറായിന്. അമ്മൂമ്മൻ്റെ വീട്ടിൽ വന്നിട്ട് എന്ത് ഫീൽ ആവുന്നുണ്ട്? എനിക്ക് ലീവ് എടുക്കുമ്പോ ഇവിടെ വരുമോ, പിന്നെ കളിക്കുന്ന അവിടെ ഒരു വീട് കെട്ടീന്. എന്ത് അമ്മൂമ്മൻ്റെ അവിടെയൊക്കെ ലീവ് ഉണ്ടാകുമ്പോൾ നീ ഇവിടേക്ക് വരുമോ? നീ കളിക്കുന്ന സ്ഥലത്തിൽ ഒരു വീട് കെട്ടി വെച്ചിരുന്ന. അപ്പോൾ നമുക്ക് ഇനി സ്ഥലം ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ എല്ലാം ഇവിടെ കളിക്കാം. ഓക്കെ. ഫസ്റ്റ് എല്ലാം ഇവിടെ ക്രിക്കറ്റ് കളിച്ചുണ്ടായി, ബോൾ എടുക്കുമ്പോ കുറച്ച് കഷ്ടമായി. ഇപ്പൊ ഇങ്ങനെല്ലാം ആയിട്ടുണ്ട്. ഫസ്റ്റ് കളിക്കുമ്പോ ഒന്നായിട്ടില്ല, ഇപ്പൊ ഇങ്ങനെ ആയി. ഇവനക്ക് ഇപ്പോൾ ഒരു വിഷമോ, ഞാൻ കളിക്കുന്ന സ്ഥലത്തിൽ ഒരു വീട് കെട്ടി വെച്ചിരുന്നില്ലേ എന്ന്. അത് നമുക്കെല്ലാം ശരിയാക്കായാ. ചോറ് വയ്ക്കാൻ ഇരുന്നിന് ചിക്കൻ കറിയും അയില പൊരിച്ചത്, അൽസന്റെ വറവ്, പിന്നെ ഇതിപ്പം അമ്മ ഒരു ലെമണില്ല അച്ചാറിപ്പാക്കി. ഇത് എനിക്ക് നോക്കുമ്പോ തന്നെ അതിശയായി. ഇപ്പൊ പെട്ടെന്നാക്കിയിട്ടുള്ളത് കാണുമ്പോ കൊറേ സമയത്ത് ആക്കിയിട്ട് എടുത്ത് വെച്ച് എങ്ങനെ ഉണ്ട് അച്ചാറ്. അപ്പൊ നമുക്ക് ചോറുണ്ടിട്ട് പിന്നെ കാണാം. അപ്പോൾ നമ്മൾ സിദ്ധാവരം വന്ന് ധന്യന്റെ വീട്ടിലേക്ക് ചോറെല്ലാം ഉണ്ടിട്ടായി. ഇതാ ഇവിടെ നിങ്ങൾ ഇത് കാണണ്ടല്ലേ, ഇത് തന്നെ ധന്യന്റെ അമ്മ. അതേമാതിരി ഉണ്ട് ജെറാക്സ് പീസ്. ഇത് ധന്യന്റെ വലിയമ്മ, അമ്മേന്റെ ചേച്ചി. ഇത് അമ്മ. പിന്നെ ധന്യന്റെ ചേച്ചി നമ്മൾ നേരത്തെ ഫോട്ടോ കാട്ടിയല്ലേ, കരടിക്കോടില്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ ഫോട്ടോത്തിൽ കാട്ടീന്. അടുത്ത പ്രാവശ്യം അവരുടെ വീട്ടിൽ പോകുമ്പോൾ ക്ലിയർ ആയിട്ട് അവരുടെ കാണാം. അമ്മമ്മനെ കാണാൻ പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ തന്നെ ഉണ്ട്, ഈ 2 പുറയിൽ തന്നെ ഉണ്ടായത്. അവരില്ലാത്ര ധന്യന്റെ ഏടത്തിന്റെ. പിന്നെ ഇവിടെ ഇനിയൊരു കാര്യം എന്താ പറഞ്ഞെങ്കിൽ ധന്യന്റെ അമ്മമാര് ചെറിയമ്മ വലിയമ്മ അല്ലതാ വലിയ കുറെ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല. ഇതൊരു വീട് ഇതൊരു വീട് ഇതൊരു വീട് എല്ലാരും ഒരുമിച്ച് എടുത്തെടുത്തുണ്ടാവും. അതെ അതെ. അതുകൊണ്ട് ഈ വീട്ടിൽ കറി വാങ്ങിയില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ വാങ്ങിയില്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ കൊടുക്കും. ഇതാ ഡിസ്റ്റൻസ് കേട്ടാ കുറെ ദൂരം ഒന്നും ഇല്ല. ഇത് ധന്യന്റെ നമ്മളുടെ അമ്മേന്റെ വീട്, ഇത് വലിയമ്മന്റെ വീട്, അത്രേ എടുത്തുള്ളൂ. അതെ അതെ. അപ്പോ പണിക്ക് പോയിന്, അവരെ കണ്ടിട്ടില്ല. കാണാനായിട്ടില്ല. അർജന്റ് എന്റെ മോനക്ക് എവിടെയോ പോണു, അതിനെ കൊണ്ട് നിക്കുന്നില്ല. ചോറെല്ലാം ഉണ്ടായി ഞങ്ങൾ പുറപ്പെടുവാണ്. അതെ അതെ. അപ്പോ നമ്മള് ഇന്ന് വന്ന ഉദ്ദേശം കുറെ ദിവസമായിട്ടുണ്ടായി വരാണ്ട്. അപ്പൊ ഇന്ന് ലേശം സമയം കിട്ടുമ്പോ ധന്യക്ക് ലീവ് ഉണ്ടാകുമ്പോ നമ്മൾ ഇങ്ങോട്ടൊന്ന് വന്നിന്. അതെ. അപ്പോ ചോറെല്ലാം ഉണ്ടിട്ടായി നമ്മളിപ്പോ പോവാൻ പുറപ്പെട്ടിട്ടുണ്ട്. ഇനിയും അടുത്ത പ്രാവശ്യം ഇതേമാതിരി നമ്മൾ വന്നുകൊണ്ടാവും. വന്നെങ്കിൽ ധന്യന്റെ ചേച്ചിന്റെ അവിടേക്ക് പോയിട്ട് അവരിനെല്ലാം കണ്ടിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. മലക്ക് പോയിട്ട് വന്നിട്ടുണ്ടാവും. അതെ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ ഉള്ളത്. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. കാപ്പിയെല്ലാം പൗത്തിട്ട് പരിക്കാൻ റെഡി ആയിന്. ഇതന്നെ നമ്മളുടെ ഏലക്ക ചെടി, ഏലക്കച്ചെടി. ഇതാ ഇവിടെ വിട്ടുന്ന് നോക്കി, ഇതന്നെ ഏലക്ക. ഇംഗ്ലീഷിൽ ഇതിനെ ഇലാച്ചി എന്ന് പറയുമോ. ഇതന്നെ ഏലക്കച്ചെടി.